എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും സന്തോഷം അനുഭവിച്ചിട്ടില്ലടാ. ഒരു നിമിഷം മരണോപ്രാളത്തോട് കിടന്ന് പിടഞ്ഞതാ. പുറത്തു നിൽക്കുന്ന നിന്നെ ഒന്ന് അലറി വിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ മുഖത്തല്ലേ അവൻ കൈവച്ചമർത്തിയത്. പിന്നെ അതിന് പറ്റില്ലല്ലോ. തനി ഗുണ്ടയല്ലേ വന്നേ. അവൻ്റെ കൈക്ക് നല്ല കരുത്തായിരുന്നു. എന്നെ രക്ഷിച്ചവൻ അവനെ തല്ലിവിടെ കിടത്തിയനെ. പക്ഷെ അവനെ പിടിക്കാൻ പോയാ അതിനിടയിൽ എനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചിട്ട് ആ പയ്യൻ തിരികെ വരികയായിരുന്നു. ഇനി നിന്നെയും മുറി കിടത്തിയാലും വാതിലിനരികെ ഞാൻ കാണും. ഇനി അടുത്ത തവണയും ഇതുപോലെ ഒഴിച്ചിലും പിടിച്ചിലും ഉണ്ടാവുന്ന വൈദ്യര് പറഞ്ഞത്. ഇനി തോമസ് സാർ എനിക്ക് എക്സ്ട്രാ കെയർ തരും. എന്നെ രക്ഷിച്ച പയ്യനോട് നീ സോറി പറഞ്ഞായിരുന്നോ? ആ പറഞ്ഞു. എങ്കിലും എനിക്ക് ആ പയ്യനെ കണ്ടിട്ട് നന്ദി അറിയിക്കണം. വാങ്ങിക്കുമെങ്കിൽ കുറച്ച് പണവും കൊടുക്കണം. അതെത്ര വേണമെങ്കിലും കൊടുത്തോ. നമ്മുടെ ജീവൻ രക്ഷിച്ചവരെ നമ്മൾ മറക്കാൻ പാടില്ല. അവരോട് നന്ദി കാണിക്കണം. എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കണം. അപ്പോഴേ ഞാൻ അയാൾ ഒന്നുകൂടി ഒന്ന് പോയി കാണട്ടെ. മോനെ, ആദ്യം തന്നെ അയാൾക്ക് സംശയം തോന്നിയപ്പോ നീ ഒരു ഗുണ്ടയല്ലാന്ന് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി കൂടായിരുന്നോ? പിന്നെ ഈ പൊല്ലാപ്പൊന്നും ഉണ്ടാകത്തില്ലായിരുന്നല്ലോ. ഞാൻ എന്നെപ്പറ്റി ആരോടും ഒന്നും പറയാറില്ല. മനസ്സിലാക്കേണ്ടവർ സ്വയം മനസ്സിലാക്കുന്നത് നല്ലത്. അകത്തേക്ക് വരാമോ? വാ സാറേ, തല്ലാമെന്നല്ലോ. ഒരിക്കൽ കൂടി സോറി പറയാമെന്നതാ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാറേ. സാർ എന്നെ സംശയിച്ചതുപോലെ 1-2 ദിവസമായിട്ട് എനിക്കും വേറൊരുത്തന്നെ സംശയം ഉണ്ടായിരുന്നു. അത് ശരിയാ സാറേ. അത് അവ എന്നോട് പറയുകയും ചെയ്തു. അവൻ പലപ്പോഴും സാറിന്റെ കൂട്ടുകാരനെ കിടത്തിരിക്കുന്ന മുറിക്കരിയിൽ വട്ടം ചുറ്റി നിൽക്കുന്നത് ഞാൻ കണ്ടതാ. പിന്നെ അതേപ്പറ്റി ഞാൻ തോമസ് സാറിനോട് പറയാൻ വിട്ടുപോയി. ഞാനാണെങ്കിൽ തന്നെപ്പറ്റി കണ്ണനോടും അവന്റെ ഭാര്യയോടും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗുണ്ടയുടെ രൂപഭാവമുള്ള ഒരുത്തൻ ഇവിടെയൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ കറങ്ങിയത് ഈ പറഞ്ഞവൻ കറങ്ങുന്നത് കണ്ടിട്ടാ. അവൻ ഇവിടേക്ക് വന്നത് കണ്ണ സാറിനെ കൊല്ലാൻ തന്നെയാണെന്നാ തോന്നുന്നത്. അതെ, ആരോ അവന് കൊട്ടേഷൻ കൊടുത്തു വിട്ടതാ. അത് വേറെ ആരുമല്ല, കണ്ണന്റെ ബന്ധുക്കൾ തന്നെ ആയിരിക്കും. സാറിന്റെ ബന്ധുക്കള് സാറിന്റെ ശത്രുക്കളാണല്ലേ? അതെ. സത്യം പറഞ്ഞ തന്നെ പോലെ ഒരു ബോഡി ഗാർഡിന്റെ ആവശ്യം ഇപ്പൊ കണ്ണനുണ്ട്. അയ്യോ, അതിനൊന്നും ഞാനില്ല സാറേ. കണ്ണനും ഞാനും രണ്ടല്ല, ഒന്ന് തന്നെ. അങ്ങനെയുള്ള കണ്ണന്റെ ജീവൻ രക്ഷിച്ച തന്നോട് എനിക്ക് തീരാത്ത നന്ദിയുണ്ട്. ദേ, എന്ത് വേണമെങ്കിലും തനിക്ക് എന്നോട് ആവശ്യപ്പെടാം. അതെന്തായാലും കുഴപ്പമില്ല. താൻ ആവശ്യപ്പെടുന്ന എന്തും തരാൻ ഞാൻ തയ്യാറാ. ഒന്നും വേണ്ട സാറേ. എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ എന്റെ കഴുത്തിന് പിടിക്കാതെ ഒന്ന് ചിരിച്ചാ മതി. സൗഹൃദത്തോടൊന്ന് സംസാരിച്ചാ മതി. ഇങ്ങനെ ചിന്തിക്കുന്നവര് ഇന്നത്തെ കാലത്ത് കുറവാടോ? അങ്ങനെ കുറവുള്ളവരുടെ കൂട്ടത്തിൽ കൂടാനാ സാറേ എനിക്കിഷ്ടം. ഇപ്പൊ തന്നെ താണ്ടെ ഈ മാമൻ കിടക്കുന്ന കണ്ടില്ലേ? മക്കളും മരുമക്കളൊക്കെ ഉണ്ട്. റോഡ് അപകടത്തിൽപ്പെട്ട് കൊണ്ടുവന്നിട്ട് കുറച്ചു ദിവസമായി. അവരെയൊക്കെ അറിയിച്ചിട്ട് ആരും വന്നിട്ടില്ല. ഇനിയിപ്പോ മാമനെ നേരെയാക്കി അവരെ അങ്ങ് ഏൽപ്പിക്കണം. അത്രയും ദിവസം എന്റേത് പോയി കിട്ടി. പിന്നെ തോമസ് സാറ് ഞാൻ കൊണ്ടുവരുന്ന കേസിനൊന്നും പണം വാങ്ങാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അതും പോയി കിട്ടിയനെ. ഇനി പണത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ടെന്നാ ഞാൻ പറഞ്ഞേ. ഞാൻ എൻ്റെ ഫോൺ നമ്പർ തനിക്ക് തരാം. എപ്പോ എന്ത് ആവശ്യമുണ്ടെങ്കിലും താൻ എന്നെ വിളിച്ചാൽ മതി. തൽക്കാലം വേണ്ട സാറേ. ഫോൺ നമ്പർ ഞാൻ ആരുടെയും വാങ്ങാറില്ല, ആർക്കും കൊടുക്കാറുമില്ല. അതെന്താണോ അങ്ങനെ? അതെന്റെ ഒരു ശീലമായി പോയി സാറേ. ആയിക്കോട്ടെ. എന്തായാലും കണ്ണനും ഞാനും ഞങ്ങളുടെ ഭാര്യമാരും തന്നോട് കടപ്പെട്ടിരിക്കാം. തനിക്കെന്നും നന്മയുണ്ടാവത്തേ ഉള്ളൂ.